നമസ്കാരം. ഗാന്ധിജിയുടെ പക്കൽ മഹാദേവ ദേശായി ആണെന്ന് തോന്നുന്നു ഒരു കത്ത് കൊണ്ടുചെന്ന് കൊടുത്തു. പശുവിനെ പിടിക്കുന്ന പുലിയെ കൊല്ലുന്നത് ഹിംസയോ അഹിംസയോ എന്ന ചോദ്യം ആ കത്തിൽ എഴുതിയിരുന്നു. പുലിയെയും പശുവിനെയും രക്ഷിക്കാൻ ഒരു മാർഗവുമില്ലേ എന്നായി ഗാന്ധിജിയുടെ ചിന്ത. ഗതികെട്ടാൽ പുലി പശുവിനെ പിടിക്കുകയില്ല, അല്ലെങ്കിൽ പുലി ഇല്ലാതായാലും മതിയല്ലോ. ഒടുവിൽ പുലിയെ അഹിംസയുടെ മൃഗീയ പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പുസ്തകം രചിക്കാൻ ഗാന്ധിജി മഹാദേവ ദേശായിയോട് ആവശ്യപ്പെട്ടു. ദേശായി അനുസരണശീലം കാരണം പുസ്തകം രചിച്ചു. പുലിയുടെ പല്ലും നഖങ്ങളും പറിച്ചു മാറ്റുക, പുലിയുടെ വിശപ്പ് കഴിയുന്നത്ര കുറയ്ക്കുക, പുലിയുടെ മുഖത്തെ ഗൗരവം പശുമുഖത്തെ സൗമ്യതയാക്കി മാറ്റുക, പുലിയെ സസ്യഭുക്കാക്കുക, ഒടുവിൽ പുലിയെ തന്നെ പശുവാക്കി മാറ്റുക. ദേശായിയുടെ നിർദ്ദേശങ്ങൾ ഗാന്ധിജിയും അംഗീകരിച്ചു. ഖദർ ചട്ടയിട്ട പുസ്തകം ഒരു പുലിക്ക് ഒന്ന് വീതം കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യാനും ഗാന്ധിജി ഐകകണ്ഠ്യേന തീരുമാനിച്ചു. കവി അയ്യപ്പ പണിക്കർ സാർ ഗാന്ധിജി പഠിച്ച 3 പാഠങ്ങൾ എന്ന ഈ ഗദ്യ കവിത എഴുതിയപ്പോൾ അതൊരിക്കൽ ശശി തരൂരിന് ഒരു പാഠമാകും എന്നൊന്നും സാർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ എന്തു ചെയ്യാം, അത് അങ്ങനെ ആയിപ്പോയി. ശശി തരൂരെ, താങ്കൾ ഒരു പുലിയാണ്. അത് കോൺഗ്രസുകാർക്ക് മാത്രമല്ല, നാട്ടുകാർക്കും മറുനാട്ടുകാർക്കും വരെ നന്നായിട്ട് അറിയാം. ഗതികെട്ടാൽ പുലി താമരയും തിന്നുമായിരിക്കും എന്നുവെച്ച് വെറുമൊരു അന്താരാഷ്ട്ര പുലിയായിരുന്ന താങ്കളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പുപ്പുലിയാക്കുന്നതിൽ വിയർപ്പൊഴുക്കിയ കോൺഗ്രസുകാരുടെ ഇറച്ചി കണ്ട് നിങ്ങൾ വായിൽ വെള്ളം വാർക്കരുത്. തിരുവനന്തപുരത്ത് ഒരു സുപ്രഭാതത്തിൽ വന്നിറങ്ങിയ താങ്കളെ എതിരേറ്റ് വരവേറ്റ് വിജയിപ്പിച്ചതും കേന്ദ്രമന്ത്രിയാക്കിയതും ഒക്കെ വെറുതെയല്ല. ഒടുവിൽ താങ്കളെക്കാൾ അർഹതയുള്ള KSUക്കാർ പോലും ഉണ്ടായിട്ടും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തന്നെ ഉയർത്തപ്പെട്ടത് താങ്കൾ വന്ന വഴി മറക്കില്ല എന്ന് കരുതിയാണ്. അത്തരത്തിലുള്ള ഒരാൾ സ്വന്തം പാർട്ടി ഒരു നിർണായക തിരഞ്ഞെടുപ്പിൽ അടരാടുമ്പോൾ വന്നിട്ട് പ്രചാരണത്തിന് എന്നെ ക്ഷണിച്ചില്ല, കിണ്ടിയും വെള്ളവും കൊണ്ട് കാല് കഴുകിയില്ല, മുറുക്കാൻ ചെല്ലം എടുത്തു തന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി കടന്ന കൈയാണ്. ഒരു പദവിയും പത്രാസും ആഗ്രഹിക്കാതെ താങ്കളെപ്പോലെ പാർട്ടിയിൽ ഇങ്ങനെ പിൻവാതിൽ നിയമനം ലഭിക്കുന്നവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നവരെ അവഹേളിക്കലാണ് സാമാന്യമായി പറഞ്ഞാൽ ഈ ചെയ്യുന്നത്. അന്താരാഷ്ട്ര നയതന്ത്രജ്ഞനാണ് എങ്കിലും ഒരു സാധാരണ കോൺഗ്രസുകാരന്റെ വികാരം മനസ്സിലാക്കാനുള്ള നയവും തന്ത്രവും താങ്കൾക്കില്ല. അതിന്റെ തെളിവാണല്ലോ കുറച്ചു നാളായി താങ്കൾ നടത്തുന്ന പ്രസ്താവനകളും അതിന് നൽകുന്ന വ്യാഖ്യാനങ്ങളും തിരുത്തലുകളും. അവസാനമായി പറയട്ടെ, പുലിയായ താങ്കൾ സ്വയം ഒരു പശുവായി മാറരുത്. നാട്ടിൽ താങ്കൾക്കുള്ള വില കളഞ്ഞു കുളിക്കരുത്. എല്ലാവരും ഉപദേശിച്ചിട്ടും ഈ നില തുടരുകയാണെങ്കിൽ ശശി തരൂരിനെ ഓർത്ത് രാഹുൽ ഗാന്ധിക്ക് പാടാനുള്ള ഒരു കുട്ടിക്കവിത കൂടി എഴുതി വെച്ചിട്ടാണ് അയ്യപ്പ പണിക്കർ സാർ കടന്നുപോയത്. അത് ഇങ്ങനെയാണ്: എനിക്ക് ഒരു കുഞ്ഞാടുണ്ടായിരുന്നു, നല്ല അഴകുള്ള കുഞ്ഞാട്, നല്ല സ്നേഹമുള്ള കുഞ്ഞാട്, വേവിച്ചപ്പോൾ നല്ല രുചി.